കെ ഗോപാലകൃഷ്ണൻ IAS സർവീസിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. അതേസമയം N പ്രശാന്ത് IAS സസ്പെൻഷൻ നീട്ടുകയും ചെയ്തിരിക്കുന്നു. ഇതിനെ ഒരു ഇരട്ട നീതിയായിട്ട് കാണാൻ കഴിയും? ഇരട്ട നീതി എന്ന് പറയാൻ പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് സംഭവങ്ങളായിട്ട് നമ്മൾ കാണണം. കെ ഗോപാലകൃഷ്ണൻ ഉൾപ്പെട്ട, ഇപ്പോൾ സാലിം സംസാരിച്ചപ്പോൾ അത് വിവാദം എന്നാണ് പറഞ്ഞത്. വിവാദമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേസാണ്. അതായത് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയോ ഇല്ലയോ എന്നുള്ള കേസാണ്, വിവാദമല്ലാതെ. ആ കേസിലാണ് കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത് കെ ഗോപാലകൃഷ്ണനും ജയതിലക് IASഉം ഒക്കെ ഉൾപ്പെട്ട, അല്ലെങ്കിൽ അവരൊക്കെ മേലധികാരികളായിട്ടിരുന്ന ഒരു സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാക്കി എന്നുള്ളതും, അതിനെ ചൊല്ലി പരസ്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. കെ ഗോപാലകൃഷ്ണൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നത് അദ്ദേഹം വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസിന് മറുപടി കൊടുത്തു. ഞാനല്ല ഇതിൽ പ്രതിസ്ഥാനത്തുള്ള, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു മറുപടി കൊടുത്തു. ആ മറുപടി തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ പാകത്തിനുള്ള തെളിവുകളൊന്നും ഇപ്പോൾ നിലവിൽ അവരുടെ മുമ്പിലില്ല. അതുകൊണ്ട് സസ്പെൻഷൻ പിൻവലിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ശുപാർശ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നു. ഇപ്പുറത്ത് പ്രശാന്ത് ഈ മറുപടി കൊടുത്തിട്ടില്ല. അതിന് പകരം ചീഫ് സെക്രട്ടറിയോട് കൂടുതൽ വിശദീകരണം ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് കാണണം എന്ന് പറയുമ്പോൾ രണ്ട് കേസിൻ്റെയും ഗൗരവത്തെയും നമ്മൾ രണ്ടായിട്ട് കാണണം. ഒന്ന് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം മാത്രമാണെങ്കിൽ, മറ്റത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമല്ല, ഗുരുതരമായിട്ടുള്ള എന്താ പറയുക, സമൂഹത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒക്കെ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം കെ ഗോപാലകൃഷ്ണൻ നടപടിയെ കാണാൻ. ഇത് രണ്ട് ഗ്രാവിറ്റിയുള്ള കേസുകളാണ്. അതിലിപ്പോൾ കെ ഗോപാലകൃഷ്ണൻ 2 മാസത്തിൻ്റെ സസ്പെൻഷന് ശേഷം തിരിച്ചെടുക്കുന്നു. എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇതുപോലെ അലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഉന്നയിക്കുമ്പോൾ കെ ഗോപാലകൃഷ്ണന് പകരം ഏതെങ്കിലും ഒരു അബ്ദുൽ നാസർ ആയിരുന്നു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് വിചാരിക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സർക്കാരിൻ്റെ നടപടി, കേരളത്തിലെ പൊതുബോധത്തിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരു കാരണവശാലും 2 മാസത്തിന് ശേഷം അതൊരു മുസ്ലിം നാമധാരിയായ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയുണ്ടാവില്ല. കേസിൻ്റെ സ്വഭാവം മാറുമായിരുന്നു. ഇപ്പോൾ കെ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ള അലിഗേഷനുണ്ട്. ഞാൻ അലിഗേഷൻ എന്നാണ് പറയുന്നത്. മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന് മാത്രമല്ല ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കി അതിൻ്റെ അപകടം മനസ്സിലായതിൻ്റെ തൊട്ട് പുറകെ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കൂടെ അദ്ദേഹം ഉണ്ടാക്കിയതായിട്ട് അലിഗേഷനുണ്ട്. ഇത് പരിശോധിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ 2 തവണ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാക്കി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതായത് കുറ്റകൃത്യം ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ തെളിവ് നശിപ്പിക്കാനും കൂടെ കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ ഈ IAS ഉദ്യോഗസ്ഥൻ എന്നുള്ളത് പ്രത്യേകമായിട്ട് കാണണം. നമ്മൾ സാധാരണ ഏതെങ്കിലും മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ, അതായത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വലിയ യോഗ്യതയൊന്നുമില്ലാത്ത, ഇതേക്കുറിച്ചൊന്നും കാര്യമായി അറിയാത്ത, നിയമവ്യവസ്ഥകളെക്കുറിച്ച് കാര്യമായിട്ട് അറിയാത്ത, നിയമത്തിൻ്റെ നൂലാമാലകളെക്കുറിച്ച് അറിയാത്ത, അതിൽ ഉൾപ്പെട്ടാലുണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത സാധാരണക്കാരായിട്ട് മനുഷ്യന്മാരാരെങ്കിലും ഈ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് പോലെയല്ല അത്യാവശ്യത്തിലധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള IAS ലഭിച്ചിട്ടുള്ള, നിയമത്തെക്കുറിച്ചറിയാവുന്ന, ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കാനിടയുള്ള ആഘാതത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു മനുഷ്യൻ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഗൗരവമുണ്ട് കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ചെയ്ത ഈ, അല്ലെങ്കിൽ അലിഗേറ്റ് ചെയ്യപ്പെടുന്ന, അദ്ദേഹത്തിന് മേലെ അലിഗേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഗ്രൂപ്പ് ഉണ്ടാക്കലിന്. അത് മാത്രമല്ല, പരിശോധിക്കപ്പെടേണ്ട വിഷയം, നമ്മളിത് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, ഇതൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഈ ഉദ്യോഗസ്ഥ ശൃംഖലയിൽ സമാന മനസ്കരായിട്ടുള്ള മറ്റുള്ളവരുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കെ ഗോപാലകൃഷ്ണന് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഈ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സംസ്ഥാന സർക്കാരിന്. അതിന് അന്വേഷിക്കണം, കൃത്യമായിട്ട് അന്വേഷിക്കണം. 2 മാസം കൊണ്ട് അന്വേഷണം തീർന്നില്ലെങ്കിൽ 6 മാസം വരെ സസ്പെൻഷൻ നിർത്താൻ വ്യവസ്ഥയുണ്ട്. 6 മാസം കഴിഞ്ഞും സസ്പെൻഷൻ നിർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. ഇപ്പോൾ മുമ്പ് വിജിലൻസ് DGP ആയിരുന്ന ജേക്കബ് തോമസ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഒരുപക്ഷെ നമുക്ക് വിമർശിക്കാം.
അദ്ദേഹം പിന്നീട് BJP പോയി, ഇരിങ്ങാലക്കുട സ്ഥാനാർത്ഥിയായി. അദ്ദേഹത്തിൻ്റെ പൊതുവിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് തന്നെയായിരുന്നു മുൻകാലം മുതൽ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ സസ്പെൻഷനിൽ നിർത്തിയത്, അദ്ദേഹം IPS ഉദ്യോഗസ്ഥനായിരുന്നു, IAS പോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസാണ് IPSഉം. അദ്ദേഹത്തെ സസ്പെൻഷനിൽ നിർത്തിയത് 2 വർഷത്തിലധികമാണ് ഇതേ പിണറായി സർക്കാർ. അങ്ങനെ സസ്പെൻഷനിൽ നിർത്താൻ അറിയാവുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ അധികാരത്തിലുള്ളത്. ആ ഭരണകൂടത്തിന് എന്തുകൊണ്ടാണ് ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കി? ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൻ്റെ ഭരണനിർവഹണം മുന്നോട്ട് കൊണ്ടുപോകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്കിടയിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. അവർ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിലുള്ള സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ഇത് ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗ്രാവിറ്റിയോടുകൂടെ ആണോ ഗോപാലകൃഷ്ണൻ്റെ കേസ് ഈ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കും. അതൊരു പ്രശ്നം തന്നെയാണ്.